ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു സൂപ്പാണ്. ഈ കൊറോണ കാലത്ത് നമ്മളെല്ലാവരും പ്രതിരോധശേഷി കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് നോക്കണം. ഈ സൂപ്പ് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മുരിങ്ങയുടെ ഇല ഒരു 4 തണ്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 7-8 ചുവന്നുള്ളി വേണം. ഒരു 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നമുക്ക് ചതയ്ക്കണം. ആദ്യം കുരുമുളകും ജീരകവും നന്നായി ചതച്ച ശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ചതയ്ക്കണം. ഇത് ഒരുപാട് അങ്ങ് ചതയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് വലുതായിട്ട് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി അരിച്ച് വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റിയ ശേഷം ഒരു 3 മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കിത് നോക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ഒന്ന് വേകണം. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിക്കായിട്ടുള്ള ഒരു സൂപ്പല്ല, ക്ലിയർ സൂപ്പാണ്. ഇത് നിങ്ങൾക്ക് നല്ല കൊഴുപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കലക്കി ഒഴിക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് നോക്കി, ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി നെയ്യിൽ വറുത്തിടണം. നാല് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് 1 സ്പൂൺ നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഈ സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൂപ്പിലേക്ക് ഇടാം. സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സൂപ്പുകളും ഭക്ഷണങ്ങളും ഒക്കെ ധാരാളം കഴിക്കണം. ഇത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.